നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്. സ്വതന്ത്ര മതേതര രാജ്യത്ത് മതേതര സങ്കല്പത്തിനനുസരിച്ച് എല്ലാ മതങ്ങളിൽ പ്രചരണം നടത്തുവാനും വിശ്വസിക്കുവാനുള്ള അധികാരവും അവകാശവും എല്ലാ വിശ്വാസികൾക്കുമുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യം സ്വതന്ത്ര മതേതര ഭാരതം 7 പതിറ്റാണ്ട് പിന്നിടുന്ന സാഹചര്യത്തിൽ ഇന്ന് ചില മതമണ്ഡലത്തിൽ സങ്കീർണതകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മൗലികവാദവും തീവ്രവാദവും പരിവർത്തനവാദവും. തീവ്രവാദമായാലും പരിവർത്തനവാദമായാലും മൗലികവാദം ആയാലും ഏത് വാദങ്ങളും മതമണ്ഡലത്തെ സങ്കീർണമാക്കുകയുള്ളൂ. അത് വിശ്വാസ സമൂഹത്തെ സങ്കീർണമാക്കുകയുള്ളൂ. മതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നതാണ്. ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവവികാസങ്ങൾ മതപരിവർത്തനത്തിൻ്റെ ഭാഗമാണെന്നും അല്ലെന്നും പറയുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഇന്ന് സമൂഹത്തിന് ലഭ്യമായിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് സത്യസന്ധമായ നീതിപൂർവമായ അന്വേഷണത്തിലൂടെ അത് കണ്ടെത്തുകയും തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടുകയും വേണം. കാരണം മതമണ്ഡലത്തിലെ ഒരിക്കലും വിശ്വാസത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ സങ്കീർണമാക്കുവാനോ വിദ്വേഷത്തിൻ്റെയോ പകവീട്ടലിൻ്റെയോ പാതയിലേക്ക് നയിക്കപ്പെടുവാനും അനുവദിക്കാൻ പാടില്ല. ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ അവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം അല്ല ഇത് എന്നുള്ളത്. അവർ തന്നെ തെളിവായി പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ബജ്രംഗി ദൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് അല്ല ഇത് മതപരിവർത്തനം എന്നാണെന്നുള്ളതാണ്. പക്ഷെ കൂടെയുള്ളവർ അല്ല ഇങ്ങനെയല്ല എന്ന് പറയുമ്പോഴും അത്തരത്തിലൊരു വിഭാഗത്തോട് മാത്രം ഒരു വേറിട്ടൊരു കാഴ്ചപ്പാട്. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്കനുസരിച്ച് മറുപടി പറയുവാൻ നമുക്കിപ്പോൾ സാധിക്കുകയില്ല. അത് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നീതിയുക്തമായ ഒരു അന്വേഷണത്തിലൂടെ സത്യം കണ്ടെത്തേണ്ടതുണ്ട്. ആ സത്യം കണ്ടെത്തുന്നതിലൂടെ തെറ്റാണെങ്കിൽ തെറ്റുകാരെ ശിക്ഷിക്കപ്പെടണം. അവർ തെറ്റുകാരല്ലെങ്കിൽ അവരെ നിരുപാധികം വിട്ടയക്കുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മേലിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സംഘപരിവാർ അജണ്ട ഉണ്ടാകുമോ എന്ന് ഇതിനെ സംബന്ധിച്ച് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മ സംഘം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മതേതരത്വത്തെ ഉയർത്തിക്കാണിക്കുകയും ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ശ്രീനാരായണ ഗുരുദേവനാൽ സംസ്ഥാപിതമായ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം എന്നും സങ്കുചിത വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി ജീവിത മൂല്യങ്ങളെയും മനുഷ്യൻ്റെ ജീവിത മൂല്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്നേഹവും സാഹോദര്യവും സൗഹാർദ്ദവും പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സങ്കീർണത ഉയർത്തുന്ന പ്രവർത്തികൾ ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായാൽ അതിനെ ഒരിക്കലും അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുകയില്ല.